അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കുറച്ച് നമ്മുടെ പട്ടാണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പച്ചയല്ല സാധനം, വെള്ളയാണിത്. അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് ഒരു 8 മണിക്കൂറോളം നമ്മൾ കുതിർത്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ്, രണ്ടാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഉപ്പം തൊട്ടിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ പുഴുങ്ങി എടുത്തിരിക്കുക. അപ്പൊ ഈ സംഭവം വെച്ച് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെറൈറ്റി സാധനമാണ്. പട്ടാണി എടുത്ത് വെച്ചിരിക്കുന്നത്, അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഇത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് കുതിർത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് വേകാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. നന്നായിട്ട് വേഗം വേണം. അതെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണം. ജീരകത്തിന്റെ പൊടി, മഞ്ഞളിന്റെ പൊടി. ഇപ്പൊ നമുക്ക് ഉപ്പൊന്നും ഇടണം കേട്ടോ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഉപ്പിടാതെ വേവിച്ചാൽ മതി. നല്ല രീതിയിൽ വെന്തോട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊരു ചട്നി വേണം. അപ്പൊ ആ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് കുറച്ച് മല്ലിയില, നമ്മുടെ പുതിനയില, പിന്നെ നമ്മുടെ പച്ചമുളകും, പിന്നെ കുറച്ച് ഇഞ്ചി. അപ്പൊ ഇത് നമുക്കുണ്ടല്ലോ മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് ഇതും ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം. അപ്പൊ ഇത് അരയ്ക്കുന്ന സമയത്തെ 1-2 ഐസ് കട്ടയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ കളറ് മാറാതിരിക്കും. കറുത്തു പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തുള്ള ആ ഒരു മിക്സിയുടെ ചൂട് വരത്തില്ലേ, അപ്പൊ ആ ഒരു ചൂടില് ഇത് കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഐസ് ക്യൂബ് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് നമ്മുടെ ഗ്രേറ്റ് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു മാവിന്റെ എന്താ പറയുക രൂപത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിലാണ്. ഞാൻ ഈ മുളക് വന്നിട്ടോട്ടെ. മുളക് ഇടുമ്പോൾ ഉണ്ടല്ലോ പച്ചമുളക് നല്ല ചെറുതായിട്ട് കുനുകുനാരിഞ്ഞ് ഇടുക. നമ്മുടെ സ്വല്പം മഞ്ഞൾ കൂടി ഇട്ടുണ്ട്, സ്വല്പം ഇഞ്ചി, നമ്മുടെ ഉരുളക്കിഴങ്ങ് കുഴച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം. അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, നമ്മുടെ മല്ലിയില. അപ്പൊ ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. അപ്പൊ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ എന്താ പറയുക ഇഞ്ചി മുളക് സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്ത്, കാര്യം ചൂടാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ അതായത് നമ്മുടെ പട്ടാണി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തുറന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്നുകൂടെ തീ കത്തിച്ചു. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് വേറെ ഐറ്റം നമുക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ഈ കുക്കറിൽ തന്നെ ബാക്കി പ്രോസസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുറച്ച് നമ്മുടെ മല്ലിയില, കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഉടച്ചെടുക്കണം. ഇത് നമ്മൾ ഈ പൊട്ടറ്റോ മാഷറാണ്. പൊട്ടറ്റോ മാഷർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തവി വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് തിളച്ച് അത്യാവശ്യം കൊഴുത്തിൽ ഒന്ന് കുറുകി കിട്ടണം. അപ്പൊ നമ്മുടെ ഈ സംഭവം നല്ല സെറ്റപ്പായി റെഡിയായി ഇരിപ്പുണ്ട്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ എന്താ പറയുന്നത് റെഡിയാക്കിയ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ കൂട്ടില്ലേ, അത് നമ്മളിത് ഈ ഷേപ്പിൽ നമ്മളെ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ദോശക്കല്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഫ്രൈ പാൻ ആയാലും മതി. ഇതിന്റെ അകത്തൊരു പ്രത്യേകത വെച്ചാൽ അധികം എണ്ണ വേണ്ട, അല്ലാതെ വേണം നമുക്കിതൊന്ന് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഓരോ സൈഡും തിരിച്ചു മറിച്ച് പൊട്ടിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തിരിച്ചു മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അതെ. അപ്പൊ ഇനി നമുക്ക് തിരിച്ചിടാം. ഇതേ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒത്തിരി എണ്ണയ്ക്കകത്ത് മറക്കരുത്, ഇത് പൊട്ടി പോകും. അപ്പൊ നമ്മുടെ മല്ലിയില ഇതും കൂടെ ഉണ്ടെങ്കിലേ ആണ് ഇതിന്റെ ഒരു തനതായ രുചി വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം നമ്മുടെ ഐസും കൂടി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ പുതിനയും മല്ലിയിലയൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് കറുത്തു. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം. ഈ മുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടേക്കാം. ഇത് അത്യാവശ്യം നല്ല ഇച്ചിരി അതിപ്പം മേലെ എരിയുള്ള സാധനമാണ്. നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം, അത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ചട്നി നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ പ്ലേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത്. അതെ. അപ്പോൾ തയ്യാറാക്കി നോക്കുക, കഴിച്ച് നോക്കുക, ടേസ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ എന്താ ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് റെഡിയാക്കിയൊക്കെ നിർത്തുക, അതും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി രുചികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.